മനുഷ്യരാവണം മനുഷ്യരാവണം എന്ന് പാടിയ ആളുകളാണ് കണ്ണൂരിൽ വാളും പരിചയമായിട്ട് ഒരു പഞ്ചായത്ത് അങ്ങ് തോറ്റപ്പോയേക്ക് ആളുകളെ മുഴുവനും വെട്ടാൻ വരുന്ന ഒരു വാഹനത്തിനെ അടിച്ചു പൊളിക്കുന്ന, പിന്നെ വാളുകൊണ്ട് വെട്ടി തകർക്കുന്ന, ആളുകളെ നേരെ നെഞ്ഞത്തേക്ക് നേരെ വരുന്ന, ഭീതി പടർത്തുന്ന ഒരു പഞ്ചായത്ത് തോറ്റപ്പോയി. അപ്പം ഇനിയിപ്പം പിണറായി വിജയൻ തോറ്റിക്കാണെങ്കിൽ എന്താണ് ഇവർ ചെയ്യുക? അപ്പം കേരളം മൊത്തത്തിൽ അഴിഞ്ഞാടും? അല്ല, സംശയം ചോദിക്കുകയാണ്. ഇവിടെ മനുഷ്യരാവണം മനുഷ്യരാവണം എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യരെ നമുക്ക് വേണ്ട. ഇമ്മാതിരി ഇത് ഉത്തരേന്ത്യയിൽ അത് BJP-ക്കാരാണ് നടത്തുന്നത്. പക്ഷേ നിങ്ങളിപ്പം പഠിച്ചു വരികയാണ് ഇവിടെ. അപ്പം ഇനിയിപ്പം കേരളം മൊത്തത്തിൽ ആണ് തോറ്റു കഴിഞ്ഞിപ്പം പിണറായി വിജയനാണ് ഇറങ്ങേണ്ടി വന്നാൽ അത് മനുഷ്യരാണ് വോട്ട് ചെയ്യുന്നത്. അപ്പം മനുഷ്യരാവണം മനുഷ്യരാവണം എന്ന് പറഞ്ഞാൽ പോരാ. മനുഷ്യരെ വോട്ട് കിട്ടണമെങ്കിൽ മനുഷ്യർക്ക് നന്മ പ്രവർത്തിക്കണം. അദ്ദേഹം നന്മ പ്രവർത്തിക്കേണ്ടില്ല എന്നൊന്നും പറയില്ല. പക്ഷേ ഈ കുറ്റകൃത്യത്തിന് എന്ത് ശിക്ഷയാണ് അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിച്ചത്? അദ്ദേഹമാണല്ലോ ഇപ്പം പിന്നെ എന്താ പറയുക ആഭ്യന്തരം. അദ്ദേഹം ഇനി ഉത്തരേന്ത്യ പോലെയുള്ള രീതിയിൽ അവർക്ക് പൂമാലട്ട് കൊടുക്കുമോ? ഈ മർദ്ദിച്ചാലൊക്കെ കൂടി നേതാക്കന്മാരൊക്കെ കൂടി അവർക്ക് ഒരു പൂമാലൊക്കെ ഇട്ട് കൊടുത്ത് നിങ്ങളാണ് സൂപ്പർ എന്ന് പറയൂ? അല്ല, നമുക്ക് സംശയം കൊണ്ട് ചോദിക്കുകയാണ്. ഏതായാലും ഇത്തരം നെറികേടുകൾ ആര് ചെയ്താലും നെറികേടുകൾ തന്നെയാണ്. അതിനിപ്പോൾ കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ, ആര് ചെയ്താലും. അപ്പം അമ്മാതിരി ആ വിളക്കെ കയ്യിൽ വെച്ചാൽ മതി. അത് ഈ നാട്ടിൽ വേണ്ട. നിങ്ങളാണ് ഇവര് വലിയ ആളുകൾ, നമ്മളെ കാണാൻ വലിയ ആളുകളില്ല എന്ന് തോന്നലൊക്കെ തോന്നണ്ട. അതാണിപ്പം ഈ ഇലക്ഷനിൽ കണ്ടത്. കാരണം നിങ്ങളെ ഈ അല്പത്തരം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ കോലത്തിൽ പണി കിട്ടിയത്. അപ്പോൾ ഈ അല്പത്തരങ്ങളിൽ നിന്ന് നിങ്ങൾ മോചിതരാവാൻ ഇമ്മാതിരി തെമ്മാടിത്തരുമല്ല ചെയ്യല്. പക്ഷേ ഒരുപാട് പോസ്റ്ററുകളുണ്ട് ചുമരുമലും അവിടെ ഇവിടെ മതിലുമലും ഒക്കെ കിടന്നുകൊണ്ട് ചിരിക്കുന്നു. ഒരുപാട് പോസ്റ്ററുകൾ ചിരിക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ വീട്ടിൽ പോയി കരയാണ്. ഇപ്പം ആ പോസ്റ്ററിൽ പോയി ഇങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ വീട്ടിൽ പോയിട്ട് കുറേ ആളുകൾ ഒരു വാർഡിൽ നിന്ന് ഒരാളെ ജയിക്കുള്ളൂ, 2 ആൾ ജയിക്കൂല. അപ്പം അവരൊക്കെ ഇപ്പം വീട്ടിൽ പോയി കരയുക. അതുപോലെ വീട്ടിൽ പോയി കരഞ്ഞാൽ മതി. ഇമ്മാതിരി തെമ്മാടിത്തരൊന്നും ഈ നാട്ടിലേക്ക് ഇറക്കണ്ട. അതിനിപ്പം ആരാണെങ്കിലും ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ എതിർപ്പാണ്. നാട്ടുകാർ ശരിക്ക് കൈകാര്യം ചെയ്യാന്മാരി. ഇപ്പം ആഭ്യന്തരം കൈയാളുന്നത് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇവർക്ക് എന്ത് ശിക്ഷ കൊടുക്കും? അതല്ല പൂമാല കൊടുക്കുമോ? ഇവരെ അറസ്റ്റ് ചെയ്തതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ചെയ്തോ ഇല്ലയെന്നൊന്നും ഇവരെ പിടിച്ചോ ഇല്ലയെന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർക്ക് പൂമാല കൊടുക്കാനാണോ തീരുമാനം? അതല്ല പിന്നെ അറസ്റ്റ് ചെയ്യാനാണോ തീരുമാനം? അല്ല, അതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ നാടിനെ ഉത്തരേന്ത്യ ആക്കാൻ BJP ഏതായാലും നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളും ഉത്തരേന്ത്യ ആക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയമുണ്ട് ചോദ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെയുള്ള പാർട്ടിക്കാർ ജയിക്കട്ടെ എന്ന്. പിന്നെ BJP നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? രണ്ടും വർഗീയ പാർട്ടികളായിരുന്നു മാറിയില്ലേ? ഒരു കൂട്ടർ അങ്ങനെ ചെയ്യുന്നു, ഒരു കൂട്ടർ ഇങ്ങനെ ചെയ്യുന്നു. എന്താ വ്യത്യാസമുള്ളത്? അതുകൊണ്ട് അത്തരം നെറികേടുകളൊന്നും ഈ നാട്ടിൽ വേണ്ട. ഈ നാട് നമ്മളൊക്കെ സമാധാനമാണ് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. നിഷ്പക്ഷവാദികളാണ് ഏറ്റവും കൂടുതൽ. സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സമാധാനമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് ഇത്തരം നെറികേടുകൾ ഇനി ഒരു സപ്പോർട്ടും ഇല്ല, ആരും സപ്പോർട്ട് ചെയ്യുകയില്ല. അത് മാത്രമല്ല, നാട്ടുകാർ തന്നെ ഇറങ്ങി ഈ ആളുകളൊക്കെ കണ്ടെത്തി നല്ല നിരപ്പെട്ട് കൊടുക്കണം, സർക്കാർ കൊടുത്തിട്ടില്ലെങ്കിൽ. അതല്ലെങ്കിൽ സർക്കാർ ഇവരെ അറസ്റ്റ് ചെയ്യണം, തക്കമായ ശിക്ഷ നൽകണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.